വെൽക്കം ടു സിമ്പിൾ ടോക്സ് ബൈ നന്ദ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് KDD എന്നുള്ളത്, നോളജ് ഡിസ്കവറി ഇൻ ഡേറ്റാബേസ്. ഇത് എപ്പോഴും എക്സാമിന് എസ്എ പാർട്ടിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് KDD എന്താണെന്ന് നോക്കാം. KDD in database is the process of finding useful information and patterns in data. അതായത് KDD എന്ന് പറയുന്നത് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷനും പാറ്റേൺസും ഡേറ്റയിൽ ഫൈൻഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, KDD എന്ന് വിളിക്കുന്നത്. ഇതിൽ വരുന്ന KDD എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ പ്രോസസ്സാണ്. ആ പ്രോസസ്സിൽ വരുന്ന ഒരു സ്റ്റെപ്പാണ് എന്തെന്ന് പറയുന്നത്, ഡേറ്റ മൈനിങ് എന്ന് പറയുന്നത്. ഡേറ്റ മൈനിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ യൂസ് ഓഫ് അൽഗോറിതംസ് ടു എക്സ്ട്രാക്ട് ദ ഇൻഫർമേഷൻ ആൻഡ് പാറ്റേൺസ് ഡെവലപ്ഡ് ബൈ ദി KDD പ്രോസസ്സ്. അതായത് ഡേറ്റ മൈനിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അൽഗോറിതംസും അതേപോലെ തന്നെ ടെക്നിക്സും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഡേറ്റയിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷനും പാറ്റേൺസും എക്സ്ട്രാക്ട് ചെയ്യുന്നത്. അത് ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഈ KDD പ്രോസസ്സാണ് ഈ പാറ്റേൺസിനെ ഇൻഫർമേഷനെ എല്ലാം ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് KDDയുടെ ഫിഗറിനെ കുറിച്ചൊന്ന് പറയാം. ഫിഗറിൽ ആദ്യം വരുന്നതാണ് ഡേറ്റ സോഴ്സസ്, അത് കഴിഞ്ഞ് വരുന്നതാണ് ഡേറ്റ വെയർ ഹൗസ്, ദെൻ ഡേറ്റ മൈനിങ്, പാറ്റേൺസ്, ലാസ്റ്റ് നോളജിൽ വന്ന് നിൽക്കുന്നു. ഇതിൽ എന്തൊക്കെ സ്റ്റെപ്സാണ് ഈ KDDയിൽ നമ്മൾ ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റാണ് ഈ ഡേറ്റ സോഴ്സസിൽ നിന്ന് എടുക്കുന്ന റോ ആയിട്ടുള്ള ഡേറ്റേനെ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുന്നു, ഡേറ്റ ക്ലീനിങ്. അത് കഴിഞ്ഞ് എന്ത് ചെയ്യുന്നു, ഡേറ്റ ഇൻ്റഗ്രേഷൻ, അതായത് നമുക്ക് വേണ്ട കോമ്പിനേഷനായിട്ട് ഡേറ്റേനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. മൂന്നാമത്തെ സ്റ്റെപ്പാണ് ഡേറ്റ സെലക്ഷൻ. അതേപോലെ നാലാമത്തെ സ്റ്റെപ്പിൽ എന്താ വരുന്നത്, ഡേറ്റ ട്രാൻസ്ഫോർമേഷൻ. അഞ്ചാമത്തെ സ്റ്റെപ്പാണ് നമ്മുടെ ഡേറ്റ മൈനിങ് എന്നുള്ളത്. ആറാമത്തെ സ്റ്റെപ്പാണ് എന്ത്, പാറ്റേൺ ഇവാലുവേഷൻ. ഏഴാമത്തെ സ്റ്റെപ്പാണ് നോളജ് പ്രസൻറ്റേഷൻ. ഇനി നമുക്ക് ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പാണ് ഡേറ്റ ക്ലീനിങ് എന്നുള്ളത്. ഇവിടെ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ ഈ ഡേറ്റ സോഴ്സിൽ നിന്ന് എടുക്കുന്ന റോ ഡേറ്റേനെ നമ്മൾ ക്ലീൻ ചെയ്യണം. അതായത് ആ റോ ഡേറ്റ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ നോയ്സ് ഉണ്ടാവും, അതേപോലെ തന്നെ ഇൻകൺസിസ്റ്റൻറ്റ് ഡേറ്റ ഉണ്ടാവും. ഇതിനെല്ലാം റിമൂവ് ചെയ്തിട്ട് വേണം നമ്മൾ ഡേറ്റേനെ ക്ലീൻ ചെയ്തെടുക്കാൻ. അതാണ് ബേസിക്കലി ഈ ഡേറ്റ ക്ലീനിങ് എന്ന് പറയുന്ന സ്റ്റെപ്പിൽ നടക്കുന്നത്. അതൊരു എക്സാമ്പിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. എക്സാമ്പിൾ എടുത്തിരിക്കുന്ന സ്റ്റുഡൻറ്റ് ഡേറ്റയാണ്. അവിടെ സ്റ്റുഡൻസിൻ്റെ നെയിംസും അതേപോലെ തന്നെ മാർക്സും കൊടുത്തിട്ടുണ്ട്. ABC എന്നാണ് ഞാൻ സ്റ്റുഡൻസിനെ നെയിം ചെയ്തിരിക്കുന്നത്. A എന്ന് പറയുന്ന സ്റ്റുഡൻറ്റിന് 90 മാർക്സും, B എന്ന് പറയുന്ന സ്റ്റുഡൻറ്റിന് -10 മാർക്കും, C എന്ന് പറയുന്ന സ്റ്റുഡൻറ്റിന് നള്ളാണ്, മാർക്കൊന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന പ്രോബ്ലം എന്തൊക്കെയാണ്, -10 എന്ന് പറയുന്നത് ഒരു റോങ് വാല്യൂ ആണ്. അതേപോലെ തന്നെ നൾ എന്ന് പറയുന്നത് എന്താണ്, മിസ്സിംഗ് വാല്യൂ ആണ്. C എന്ന് പറയുന്ന സ്റ്റുഡൻറ്റിന് ഒരു മാർക്സും ഇട്ടിട്ടില്ല. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഈ ഡേറ്റ ക്ലീനിങ്ങിലോട്ട് വരുമ്പോഴത്തേക്കും ഈ സ്റ്റുഡൻറ്റ് ഡേറ്റനെ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത്, ഈ -10 എന്ന് പറയുന്ന വാല്യൂ നമ്മൾ ഒന്നെങ്കിൽ റിമൂവ് ചെയ്യും അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യുന്നു. ഈ റോങ് വാല്യൂനെ ഒന്നെങ്കിൽ നമ്മൾ റിമൂവ് ചെയ്യുന്നു അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യുന്നു. രണ്ടാമത്തെ മെഷർ എന്താണ് നമ്മൾ എടുക്കുന്നത്, ഈ നൾ വാല്യൂനെ നമ്മളൊരു മിസ്സിംഗ് വാല്യൂനെ നമ്മൾ എന്താണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. അതായത് നൾ വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു വാല്യൂ ഇല്ല അവിടെ, അപ്പോൾ ഒരു മിസ്സിംഗ് വാല്യൂവിനെ നമ്മളത് ഫില്ലാക്കി കൊടുക്കുകയാണ്. ഇതൊക്കെയാണ് ഡേറ്റ ക്ലീനിങ് കഴിയുമ്പോഴത്തേക്ക് നടക്കുന്നത്. ഇനി സെക്കൻഡ് സ്റ്റെപ്പായിട്ടുള്ള ഡേറ്റ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡേറ്റ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഡേറ്റ സോഴ്സസിൽ നിന്നും നമുക്ക് വേണ്ട ഡേറ്റയെ കമ്പൈൻ ചെയ്യുക, അതായത് അതിൻ്റെ ഒരു കോമ്പിനേഷൻ എടുക്കുക എന്നുള്ളതാണ്. എക്സാമ്പിൾ പറയാനാണെങ്കിൽ സ്റ്റുഡൻസിൻ്റെ കേസ് തന്നെ നമുക്ക് എടുക്കാം. സ്റ്റുഡൻറ്റിൻ്റെ മാർക്സ് ഒരു ഡേറ്റാബേസിലാണുള്ളത്, അവരുടെ അറ്റൻഡൻസ് വേറൊരു ഡേറ്റാബേസിലാണുള്ളതെന്ന് വിചാരിക്കുക. നമ്മൾ ആ രണ്ട് ഡേറ്റാബേസിലുള്ള ഡേറ്റയും കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു ഡേറ്റ സെറ്റ് ഉണ്ടാക്കുന്നത്. അതാണ് സിംപ്ലി ഡേറ്റ ഇൻ്റഗ്രേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പാണ് ഡേറ്റ സെലക്ഷൻ എന്നുള്ളത്. ഡേറ്റ സെലക്ഷൻ എന്ന് പറയുന്നത് റെലവൻ്റ് ആയിട്ടുള്ള ഡേറ്റനെ മാത്രം നമ്മൾ റിട്രീവ് ചെയ്തെടുക്കുക ഡേറ്റാബേസിൽ നിന്ന്. അതിനൊരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ സ്റ്റുഡൻറ്റ് ഡേറ്റ തന്നെ എടുക്കുകയാണെങ്കിൽ അവിടെ ഫുൾ സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. അതിൽ നമുക്ക് വേണ്ടത് മാത്രം സെലക്ട് ചെയ്യാം. നമുക്കിപ്പോൾ മാർക്സും അറ്റൻഡൻസും മാത്രമാണ് വേണ്ടത്. ബാക്കിയുള്ള ഈ അവരുടെ ഡേറ്റ ആയിട്ടുള്ള അഡ്രസ്സ്, ഫോൺ നമ്പർ ഇതെല്ലാം ഇഗ്നോർ ചെയ്ത് അതിൽ വേണ്ട ഡേറ്റ മാത്രം നമ്മൾ ചൂസ് ചെയ്യുന്നതാണ് ഡേറ്റ സെലക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഡേറ്റ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പിലാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ ആ ഡേറ്റേനെ ട്രാൻസ്ഫോം ചെയ്തെടുക്കുക. അതായത് ഇപ്പോൾ എന്താ പറയുക, നമ്മൾ ഈ സ്റ്റുഡൻറ്റിൻ്റെ കേസ് തന്നെ എടുത്തതുകൊണ്ട് അവിടുത്തെ എക്സാമ്പിളാണ്, നമുക്ക് മാർക്സിലാണ്, അതായത് മാർക്സ് എന്ന് പറയുന്ന 100ലാണ് മാർക്സ് ഇട്ടിരുന്നത്, അത് നമുക്ക് പെർസെൻറ്റേജിലാണ് വേണ്ടത്. ആ രീതിയിൽ ഡേറ്റയെ കൺവേർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഡേറ്റേനെ ഗ്രൂപ്പ് ചെയ്യുക ആവശ്യമനുസരിച്ച്, അതായത് ആവറേജ് മാർക്സ് പെർ ക്ലാസ് എന്നുള്ള രീതിയിൽ നമുക്ക് ഡേറ്റേനെ ഗ്രൂപ്പ് ചെയ്തൂടെ. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് ഡേറ്റ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ട്രാൻസ്ഫോർമേഷൻ ഓർ കൺസോളിഡേഷൻ ഓഫ് ഡേറ്റ ഇൻടു അപ്രോപ്രിയേറ്റ് ഫോംസ് ഫോർ മൈനിങ് ബൈ പെർഫോമിംഗ് സമ്മറി ഓർ അഗ്രിഗേഷൻ ഓപ്പറേഷൻസ്. അതായത് നമ്മൾ ഡേറ്റയെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ ട്രാൻസ്ഫോം ചെയ്യുക, അതേപോലെ തന്നെ
ആ ഡേറ്റേനെ നമ്മൾ മൈനിങ്ങിന് വേണ്ടി റെഡിയാക്കുക. അതാണ് ഡേറ്റ ട്രാൻസ്ഫോർമേഷനിൽ നടക്കുന്നത്. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഡേറ്റ മൈനിങ് എന്താണെന്നുള്ളത്. ഡേറ്റ മൈനിങ് എന്തായിരുന്നു? നമ്മൾ അൽഗോരിതംസ് എല്ലാം യൂസ് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഇൻഫർമേഷൻസും പാറ്റേൺസും എക്സ്ട്രാക്ട് ചെയ്യുന്ന സ്റ്റെപ്പാണ് ഡേറ്റ മൈനിങ് എന്ന് പറയുന്നത്. ഇൻ്റലിജൻറ്റ് മെത്തേഡ്സ് ആർ അപ്ലൈഡ് ഇൻ ഓർഡർ ടു എക്സ്ട്രാക്ട് ഡേറ്റ പാറ്റേൺസ്. അതായത് സിംപ്ലി പാറ്റേൺസ് എക്സ്ട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഡേറ്റയിൽ നിന്ന് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന പാറ്റേൺസ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാനാണെങ്കിൽ സ്റ്റുഡൻസ് വിത്ത് ലോ അറ്റൻഡൻസ് ലോ മാർക്സ്, അതായത് കുറച്ച് അറ്റൻഡൻസ് ഉള്ള ആൾക്കാർക്ക് കുറച്ച് മാർക്കാർക്കേ ഉള്ളത്. ഇതൊരു പാറ്റേൺ ആണ്, അത് നമ്മൾ കണ്ടുപിടിച്ച ഒരു പാറ്റേൺ ആണ്. ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് കുറച്ച് മാത്രം സ്കൂളിൽ വന്നിട്ടുള്ളവർക്ക് ജനറലി അവർ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവില്ല, അവർക്ക് മാർക്ക് കുറവാണ്. അങ്ങനെ ഒരു പാറ്റേൺ ആണ് ഈ ഡേറ്റ മൈനിങ്ങിൽ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഈ പാറ്റേൺ ഇവാലുവേഷനിൽ എന്താണ് നടക്കുന്നത്? ഐഡൻറ്റിഫൈ ഇൻട്രസ്റ്റിംഗ് പാറ്റേൺ ബേസ്ഡ് ഓൺ സം ഇൻട്രസ്റ്റിംഗ്നെസ് മെഷേഴ്സ്. കുറച്ച് ഇൻട്രസ്റ്റിംഗ്നെസ് മെഷേഴ്സ് ഉണ്ട്. ആ മെഷേഴ്സ് അനുസരിച്ചിട്ട് ഈ പാറ്റേൺ ബെറ്റർ ആണോ എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുവാണ്. അതായത് ഈ പാറ്റേൺ ട്രൂ ഫോർ മോസ്റ്റ് സ്റ്റുഡൻസ്. അതായത് നമ്മൾ ഒരു പാറ്റേൺ കണ്ടുപിടിച്ചു, അറ്റൻഡൻസ് കുറവാണെങ്കിൽ അവർക്ക് മാർക്ക് കുറവായിരിക്കും. ആ പാറ്റേൺ എല്ലാ സ്റ്റുഡൻസിൻ്റെ കേസിലും ട്രൂ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അങ്ങനെ എസ് ആണെങ്കിൽ മോസ്റ്റ് സ്റ്റുഡൻസിൻ്റെ കേസിലും അത് കറക്റ്റായിട്ട് വരുന്നുണ്ടെങ്കിൽ ആ പാറ്റേൺ നമ്മൾ കീപ്പ് ചെയ്യണം, കീപ്പ് ഇറ്റ്. ഇഫ് നോ, അല്ലെങ്കിലോ ആ പാറ്റേൺ എന്ന് വെച്ചാൽ മോസ്റ്റ് സ്റ്റുഡൻസിൻ്റെ കേസിലും അത് വരുന്നില്ല, റാൻഡമായിട്ട് കുറച്ച് പേർക്ക് മാത്രമാണ് അങ്ങനെ വരുന്നതെങ്കിലോ ആ പാറ്റേൺ നമ്മൾ ഇഗ്നോർ ചെയ്യണം. ഇതാണ് പാറ്റേൺ ഇവാലുവേഷനിൽ നടക്കുന്നത്. KDDയിലെ ലാസ്റ്റ് സ്റ്റെപ്പാണ് നോളജ് പ്രസൻറ്റേഷൻ എന്നുള്ളത്. അതായത് വിഷ്വലൈസേഷൻ ടെക്നിക്സ് യൂസ് ചെയ്ത് നമ്മൾ മൈൻഡ് നോളജിനെ യൂസേഴ്സിലോട്ട് സിംപ്ലി അവർക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കാണിക്കുക എന്നുള്ളതാണ് നോളജ് പ്രസൻറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത എക്സാമ്പിളിൽ ഒരു പാറ്റേൺ കണ്ടുപിടിച്ചില്ലായിരുന്നോ? സ്റ്റുഡൻസ് വിത്ത് ലോ അറ്റൻഡൻസ് ഗെറ്റ് ലോ മാർക്സ് എന്നുള്ളത്. ഇത് നമ്മൾ യൂസേഴ്സിലോട്ട് അവർക്ക് ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ഒരു ഗ്രാഫ് കാണിക്കാം, അറ്റൻഡൻസ് വെസസ് മാർക്സ് എന്നുള്ള രീതിയിൽ. അതേപോലെ ഒരു ചാർട്ടോ അല്ലെങ്കിൽ ഒരു റിപ്പോർട്ടോ വെച്ചിട്ട് നമ്മൾ ഈ മൈൻഡ് നോളജിനെ യൂസേഴ്സിലോട്ട് അവർക്ക് സിമ്പിളായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ കാണിക്കുന്ന വിഷ്വലൈസേഷൻ ടെക്നിക്സ് ആണ് നോളജ് പ്രസൻറ്റേഷനിൽ വരുന്നത്. ഇത്രയാണ് കംപ്ലീറ്റ് KDD എന്ന് പറയുന്ന ടോപ്പിക്ക്.